ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാറിൽ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ചെയ്യുന്നത്? സ്ഥിരം ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ വയർ വഴിയാണോ കണക്ട് ചെയ്യുന്നത്, അതോ വയർലെസ് ആയിട്ടാണോ? വയർലെസ് ആണെങ്കിൽ ഓക്കെയാണ്. വയേർഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. കാരണം ഒന്നാമത്തെ പ്രധാന കാരണം ഫോൺ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ ഡിസ്കണക്റ്റ് ആയി പോകും. അതുപോലെ തന്നെ മറ്റ് പ്രശ്നത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഫോൺ എപ്പോഴും 100%ഇരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഹീറ്റായിരിക്കും, നമ്മുടെ ഫോൺ എപ്പോഴും ചൂടായി ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് കാർലിങ്ക് കിറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് അതിൻ്റെ 2-year വയർലെസ് USB അഡാപ്റ്റർ എന്ന് പറയുന്നതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ബ്ലൂടൂത്തിലാണ് ഇത് കണക്റ്റ് ആവുന്നത്. ഓൺലൈൻ അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ജസ്റ്റ് പ്രോഡക്റ്റ് നോക്കി നോക്കാം. ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ സ്മോൾ സൈസാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ബോക്സാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 കേബിൾ വരുന്നുണ്ട്. ഇത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ ടൈപ്പ് സി ടു ടൈപ്പ് എ കേബിളുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. എൻ്റെ കാറിനകത്ത് വരുന്നത് ഇവിടെ ടൈപ്പ് എ പോർട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ടൈപ്പ് എയിലാണ് എടുക്കുന്നത്. ചിലർക്ക് ടൈപ്പ് സി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ 2 സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന് നമുക്ക് 2 സൈഡ് ടേപ്പ് വരുന്നുണ്ട്, ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും നമുക്കിതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഫ്രണ്ടിൽ കാർലിങ്ക് കിറ്റ് എന്നുള്ള ഒരു അവരുടെ ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ഒരു ടൈപ്പ് എ പോർട്ടുണ്ട്, ഇവിടെ ടൈപ്പ് സി പോർട്ടുണ്ട്. ഇത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ USB കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ടൈപ്പ് സി ആണ്. നമുക്ക് ടൈപ്പ് സി ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ലൈറ്റ് ഓൺ ആവും. ഈ കാർലിങ്ക് കിറ്റ് എന്നുള്ളതിനകത്ത് നമുക്ക് ലൈറ്റ് ഓൺ ആവും. ഒരു പിങ്ക് കളറിലുള്ള ലൈറ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, നമ്മളുടെ ഇപ്പോൾ ഇത് പെയർ മോഡിലാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ആദ്യം ഞാനൊരു ആൻഡ്രോയിഡ് ഫോണാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ ഫോണിനകത്ത് ബ്ലൂടൂത്തിനകത്ത് വരിക. അതിനകത്ത് വന്നതിന് ശേഷം ന്യൂ ഡിവൈസസ് സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോ കിറ്റ് 26F എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് പെയർ കൊടുക്കുക. പെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോ വന്നിട്ടുണ്ട്. ഇതിവിടെയുള്ള കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്ലൂയിഷ് കളറിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണ് കണക്റ്റായി. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കയറി നോക്കാം. ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കകത്ത് കയറാം. നോർമൽ എങ്ങനെയാണോ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ വയർ വഴി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത്, സെയിം ഇൻ്റർഫേസ് ആണ്. നമ്മുടെ ഇത് ആപ്പ് ഡ്രോറാണ്. ബാക്കിലിപ്പോൾ നമ്മളുടെ ഫോണിലുള്ള അതേ വാൾപേപ്പറാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് ആപ്പുകളുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാം ഏകദേശം സെയിം തന്നെയാണ്, ഒരേ സ്പീഡാണ്. ആൻഡ്രോയിഡ് ഓട്ടോ വയറിൽ നമ്മളെങ്ങനെ കണക്ട് ചെയ്യുന്നു അതേ ഒരു സ്പീഡ് നമുക്ക് ഇതിനകത്തും നമുക്ക് കിട്ടുന്നതാണ്. മാപ്പും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സാധാരണ രീതിയിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ഓപ്പൺ ആകത്തില്ലായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് ഓപ്പൺ ആവുകയും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് മാപ്പ് ഇപ്പോൾ കൊടുക്കാൻ പറ്റും. പണ്ടങ്ങനെ അല്ലായിരുന്നു. വയർ വഴി ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓൾറെഡി ഒരു മാപ്പ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സിസ്റ്റത്തിനകത്ത് നിന്ന് ചെയ്യണം, മൊബൈലിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറും ഊരിയതിന് ശേഷം ഒന്നേന്ന് ചെയ്താൽ മാത്രമേ വരുള്ളായിരുന്നു. ഇപ്പോഴങ്ങനെ അല്ല. ഇപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ഓട്ടോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഇതിൽ വേറൊരു കാര്യം നോക്കാം. എത്ര പെട്ടെന്ന് ഇത് കണക്റ്റ് ആവും, അതായത് നമ്മളകത്ത് വണ്ടിക്കകത്ത് കയറി എത്ര സമയം എടുക്കും എന്നുള്ളതൊന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അതിനാദ്യം ഒന്ന് വണ്ടി ഓഫാക്കാം. ഇപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഫുള്ളായിട്ട് ഓഫായിട്ടില്ല. ഇപ്പോൾ ലൈറ്റ് ഫുള്ളായിട്ട് ഓഫായി. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി
ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ വന്നിട്ടുണ്ട്. ഒരു ആവറേജ് 20 seconds ആണ് നമുക്ക് സാധാരണ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അത്ര ടൈം മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മളുടെ സാധാരണ ഹൈ എൻഡ് വേരിയൻറ്റ് കാറുകളിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ഇഷ്യൂ ഇല്ലാതെ വയർലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എവിടെയെങ്കിലും ഇതിനെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വന്ന് 2 side ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ഓട്ടോ വഴി നമ്മൾ ചെയ്തത്. ഇനി നമ്മളൊന്ന് ഐഫോണിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഐഫോണിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ ഗൈസ്, നമ്മളിനി നോക്കുന്നത് ഐഫോൺ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യുന്നതാണ്. സെയിം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക. ഇതിനകത്തും സെയിം പേര് തന്നെയാണ് കാണിക്കുന്നത്, ഓട്ടോകിറ്റ് 26F എന്നുള്ള മോഡൽ. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓട്ടോകിറ്റ് 26F കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂസ് കാർപ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മുടെ എങ്ങനെയാണോ വയർ വഴി കണക്ട് ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഏകദേശം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടാബ് ഡ്രോർ ഉണ്ട്. നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിനകത്ത് വരും. മാപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗൂഗിളിൻ്റെ മാപ്പല്ല, നോർമൽ മാപ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓണാക്കാൻ സാധിക്കും ഇതിനകത്ത് നിന്ന്. ഗൂഗിൾ മാപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വഴിയും സെയിം തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് വരുന്ന പോലെ തന്നെയാണ്. കോൾ ഓപ്ഷൻ ആയാലും സിറിയുടെ ഓപ്ഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് നോർമൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ എഫക്റ്റിൽ വിത്തൗട്ട് എനി ലാഗ്, നമുക്ക് ഒരു ലാഗും കൂടാതെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത് കാർലിങ്ക് കിറ്റ് നമ്മളിപ്പോൾ കണ്ടായിരുന്നു. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വളരെ സ്മൂത്തായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തത്. ഡിവൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി വളരെ എളുപ്പമാണ്. ഞാൻ അറൗണ്ട് 1800ഓളം കിലോമീറ്ററിൻ്റെ ഒരു യാത്ര ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇത്. കാരണം നമുക്ക് വയറിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ഫോൺ എപ്പോഴും വയർ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധകേടല്ലായിരുന്നു. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ലാസ്റ്റ് കണക്ട് ചെയ്ത ഡിവൈസ് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ യാത്രയിൽ. ബുദ്ധിമുട്ടുകളൊന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. സോ ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, പല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. പലതും പല പ്രൈസിലാണ് വരുന്നത്. എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് തോന്നിയുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇതിൻ്റെ എമൗണ്ട് വരുന്ന അറൗണ്ട് എനിക്ക് തോന്നുന്നു 6000 rupees-നകത്താണ് വരുന്നത്. 5000 സംതിങ് ആണ്. പല ടൈമിലും പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രോഡക്റ്റിന് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.